ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായി. അപ്പോൾ 2-3 ദിവസം മുന്നേ കണ്ട ചില വാർത്തകളാണ് ഇപ്പൊ ഞാൻ ഓർത്ത് പറയുന്നത്. അതായത് കണ്ണൂരിൽ 6 LDFന് എതിരാളികളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഇവിടെ എന്താ മത്സരിക്കാൻ ആളില്ലേ ഈ കണ്ണൂരില്? ഇത് യഥാർത്ഥത്തില് ഈ കണ്ണപുരത്ത് 2, ആന്തൂർ 2, മലപ്പട്ടം 2 ഈ 2 സീറ്റുകളിലാണ്. അപ്പോ അതിന് ഒരുപാട് പേര് കമന്റിൽ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നേരത്തേതിനേക്കാൾ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 15ഉം 20ഉം സീറ്റുകളിലാണ് എതിരാളികളില്ല എന്ന് പറഞ്ഞ് വിജയം പ്രഖ്യാപിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാമോ? ഈ ക്യാമ്പസുകളിലെ ഇലക്ഷനാണ് ഓർമ്മ വന്നത്. പല ക്യാമ്പസുകളിലും SFI എതിരില്ലാതെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ വലിയ രീതിയിൽ ആഘോഷിക്കും. യഥാർത്ഥത്തിൽ അവിടെ എന്താ SFI വിരുദ്ധർ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇല്ലെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, മത്സരിക്കാൻ താല്പര്യമുള്ളവർ ഇല്ലെന്നാണോ അതിന്റെ അർത്ഥം? അതുമല്ല. പല SFI കോട്ടകളെന്ന് ഇവര് കൊട്ടിഘോഷിക്കുന്ന പല ക്യാമ്പസുകളിലും മറ്റൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ KSU ABVP ഏതോ ആയിക്കൊള്ളട്ടെ അതിലുള്ള ആൾക്കാർക്ക് അവിടെ വന്ന് ഞാനൊരു KSUക്കാരനാണ് എന്ന് പറയുന്നത് പോട്ടെ, ചിന്തിക്കാൻ പോലുള്ള ഒരു അവസരം ഈ SFIക്കാർ കൊടുക്കാറില്ല. ആ ഒരു അവസ്ഥയാണ് ഇവർ പറയുന്നത് SFI എതിരില്ലാതെ ജയിച്ചു. അതേ ഒരു രീതിയിലാണ് ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എതിരില്ലാതെ ജയിച്ചു എന്ന് പറയുന്നത്. എന്ത് ജനാധിപത്യ വിരുദ്ധത! എന്നിട്ട് ഈ നാട്ടിലെ സഖാക്കന്മാരെല്ലാം അതങ്ങ് ആഘോഷിക്കുകയാണ്, എതിരില്ലാതെ വിജയിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ആ അവസാന തീയതിക്ക് മുന്നേ തന്നെ CPM വിജയിച്ചു കഴിഞ്ഞു, LDF വിജയം ആഘോഷിക്കുകയാണ്. അതിന് എന്തെന്നാണെന്ന് പറയേണ്ടത്? ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ബൂർഷ്വ നയങ്ങളുടെ പ്രതീകമായി CPM മാറി എന്നുള്ളത് മുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഇത്രയും സജീവമാകുമ്പോഴാണല്ലോ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. മുൻപ് ഇതെല്ലാം എനിക്ക് തോന്നുന്ന മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം ഇതേ രീതിയിൽ തന്നെ അങ്ങ് ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോ ആൾക്കാർക്ക് കുറച്ചുകൂടി വിവേകം വെച്ചു, അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ അവരവരുടെ അഭിപ്രായം പറയാം. ആരുടെയും അനുവാദം വാങ്ങിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ്, അത് നമ്മൾ പറയുന്ന അഭിപ്രായം ഇപ്പൊ ഞാനും സൗപർണയും കൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കേൾക്കുന്നത് മാത്രമല്ല, ഇതിപ്പോ ഈ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനോട് യോജിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും അത് കേൾക്കാനും അതേ അഭിപ്രായമുള്ളവർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് പണ്ടൊന്നും ഇങ്ങനൊരു സ്പേസ് ഇല്ലാത്ത കാരണം അത് ആരും ഡിസ്കസ് ചെയ്യില്ല. ഇപ്പൊ അതേ സമാന ചിന്താഗതികൾ ഉള്ളവർക്കും അല്ലെങ്കിൽ എതിർപ്പ് അഭിപ്രായമുള്ളവർക്കും വന്ന് പറയാനുള്ളൊരു ഇടമായി. പക്ഷെ ആ ഇടം ഈ CPMകാർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കെതിരെ പറയുന്നവരെയെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ അവർക്കെതിരെ എന്തും പറയാൻ ഈ CPMകാരും SFIക്കാരും മടിക്കില്ല എന്നുള്ളതിന്റെ പല തെളിവുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇതില് അങ്ങ് ആഘോഷിച്ച് ആൾക്കാരങ്ങ് തകർക്കുകയാണ്. അപ്പോ P ജയരാജൻ അതിനെ അഭിമാനപൂർവ്വം എഴുതിയിരിക്കുകയാണ്, കണ്ണൂരിൽ 15 ഇടങ്ങളിൽ എതിരില്ലാതെ LDF. അപ്പോ തേരോട്ടം തുടങ്ങി LDF. ഇതാണോ തേരോട്ടം? എതിരഭിപ്രായം പറയുന്നവർക്ക് അവരെ അടിച്ചമർത്തിക്കൊണ്ടുള്ളതാണോ ഇവരുടെ തേരോട്ടം? ചിലപ്പോ അവരുടെ രീതിയിൽ അതായിരിക്കും തേരോട്ടം. ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ എതിർ പാർട്ടിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് മത്സരിക്കാൻ പറ്റുമ്പോഴാണ് ഇതൊരു ജനാധിപത്യ രീതിയാകുന്നത്. ജനാധിപത്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. ഈ ഒരാൾ മാത്രം വരുന്ന ഒരു സാഹചര്യത്തില് അവിടെ ജനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും? എന്ത് തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്? അതുകൊണ്ട് ഈ എതിരില്ലാതെ ജയിക്കുന്നത്, അതിപ്പം CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ആര് ജയിച്ചാലും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാര്യം അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിധിയല്ല, അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന ഒരു വിധിയായിട്ട് തന്നെ കണക്കൂട്ടാൻ പറ്റില്ല. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ആരോപിച്ച വോട്ട് ചോരി, BJP വോട്ടേഴ്സ് ലിസ്റ്റിൽ മറിമായം കാണിച്ച് അതില് ഇത്രയും ഉടായ്പകൾ കാണിച്ച് അവർ ജയിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഈ എതിരാളികളെ മത്സരിക്കാൻ അനുവദിക്കാതെ ഗുണ്ടായിസം കാണിച്ച് ജയിക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഇവര് രണ്ടും ഇവിടെ ഇരുന്ന് വടക്കോട്ട് നോക്കി ഇവർ ഓരിയിടുമല്ലോ, BJP അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ആ BJPയെ കുറ്റം പറയാൻ? ഇവർ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാണെന്ന് മാത്രമല്ല, BJP ചെയ്യുന്നത് ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് BJP അത് ചെയ്യുന്നു. ഇവർ മറുവശത്ത് എതിരാളികളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഇവരത് ചെയ്യുന്നു. അല്ല, വേറൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്തവൾ, ഒപ്പിടാൻ അറിയാത്തവൾ എന്ന് പരിഹസിച്ചുകൊണ്ട് അവരെ
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അവര് ഗദ്ഗതത്തോടെ മാധ്യമങ്ങളോട് പറയുകയാണ് അപ്പോ അവിടെ ഇരിക്കുന്ന വരണാധികാരിയുടെ മുന്നിൽ അവർ സൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പോലും ഇവർ അനുവദിക്കുന്നില്ല. ഇവരുടെ ഗുണ്ടായിസം അവിടെ കാണിക്കുകയാണ്. എന്ത് പറയുന്നു? അത് കള്ള ഒപ്പാണെന്ന് വരണാധികാരി പറയുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് ഇവർ ഒപ്പിടുന്നു. ഇത് അംഗീകരിക്കാത്ത ഇവരാണ് ഈ കേരളം ഭരിക്കുന്നത്. ചേച്ചി, അവർ അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. കണ്ണൂർ എന്ന് പറയുന്നത് എക്കാലത്തും കണ്ണൂർ എന്ന് പറയുന്നത് എക്കാലത്തും കമ്മ്യൂണിസ്റ്റിന്റെ പൊന്നാപുരം കോട്ട എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇതിന് പൊന്നാപുരം കോട്ട എന്നാണ് പറയേണ്ടത്. എനിക്ക് മറ്റൊരു സുഹൃത്ത് BJP കാരി ലസിത പാലക്കൽ, അവർ പണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ഉണ്ടായ അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവര് വീട് കയറി ആക്രമിക്കുകയാണ്. അവർ കുടുംബത്തോടെ പലായനം ചെയ്യുകയായിരുന്നു അവരുടെ സ്ഥലത്ത് നിന്നും. അങ്ങനെയാണ് ഈ CPM-കാർ അവിടെ ഇവരെ നേരിടുന്നത്. മത്സരം നേരിടാൻ മത്സര രീതിയല്ല, അവർ അക്രമ രാഷ്ട്രീയമാണല്ലോ. കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ബോംബ് അറിയാലോ, അക്രമ രാഷ്ട്രീയമാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട കാര്യം. പിന്നെ എന്താണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? എപ്പോഴും അക്രമ രാഷ്ട്രീയമാണ്, അടിച്ചമർത്തി എന്താണ് തങ്ങൾക്ക് വിജയിക്കാൻ എന്ത് രീതിയും. എതിരാളികളെ മാത്രമല്ലല്ലോ, അവരുടെ കൂടെ നിന്നിട്ട് എതിരഭിപ്രായം ഉണ്ടായ വിമതരെ പോലും അവർ ഇല്ലാതാക്കിയതാണ് ചരിത്രം. അപ്പൊ ഇവർ കണ്ണൂരിനെ സംബന്ധിച്ചാൽ നമുക്കറിയാം അക്രമ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അവര് ഭയപ്പെടുത്തി. ഇപ്പം എതിരാളികൾ മുന്നോട്ട് വന്നാൽ അവരെ സൈബർ അറ്റാക്ക് ചെയ്യുക. ഇപ്പം നമ്മളത് ഒരുപാട് വാർത്തകളാണുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. എന്താണ് വിമതനായി മത്സരിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്നാൽ അവരെ ഇല്ലാതാക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക. പിന്നെ ഞാൻ പറയുന്നത് ചോദിച്ചാൽ അങ്ങനെയല്ല, സാധാരണക്കാരായുള്ള ആളുകളൊക്കെ ആകുമ്പോൾ സൈബർ അറ്റാക്ക് വരുമ്പോ പലരും അതിൽ തളർന്നു പോകും, പ്രത്യേകിച്ച് സ്ത്രീകൾ. എല്ലാവരും ഇപ്പൊ ചിലപ്പോ ജിൻഡോ ജോണിനെതിരെ വന്ന സൈബർ അറ്റാക്ക് കണ്ടില്ല? ഇപ്പൊ ജിൻഡോ ഒക്കെ അത് നേരിട്ടു. പക്ഷെ സ്ത്രീകൾ ചിലപ്പോ സാധാരണ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു വാർഡിലൊക്കെ മത്സരിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾ വരുമ്പോ അവർക്ക് ചിലപ്പോ ഈ അധിക്ഷേപങ്ങളെ അതിജീവിക്കാൻ കഴിയില്ല. അപ്പൊ അവര് സ്വാഭാവികമായി എന്ത് ചെയ്യും? മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തും. പിന്നെ അക്രമം അഴിച്ചുവിട്ടാല് സ്വന്തം ജീവനാണ് വലുത് എന്ന് കരുതിയിട്ട് അവർ മാറും. പിന്നെ ഞാൻ ഇന്നലെയോ കണ്ടു, ബാറിലോ മറ്റോ താൽക്കാലിക ജീവനക്കാരിയാണ്, ബാറിലാണെന്ന് തോന്നുന്നു, താൽക്കാലിക ജീവനക്കാരിയാണ്. അവർ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ആവാൻ വേണ്ടി നിൽക്കുന്നു. സ്ഥാനാർത്ഥിയായി വന്നാൽ അവരുടെ ജോലി നഷ്ടപ്പെടും എന്ന് CPM അവരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെ ഇവർ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക സാധാരണക്കാർക്ക്? അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രീതിയിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ? അല്ല, ഇതിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടതാണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ എതിരില്ലാ വിജയം ആഘോഷിക്കുന്നവരോടാണ്. 1995 പഞ്ചായത്തായിരുന്ന കാലത്ത് ആന്തൂരിലെ മുഴുവൻ വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അതിന് നേതൃത്വം നൽകിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് V ദാസനെ 1995 ഒക്ടോബർ 26 വെട്ടി തുണ്ടമാക്കി. അതിനുശേഷം ആർക്കും അവിടെ മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. 2015 14 എതിരില്ലാതെ CPM തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തവണ 6 ചുരുങ്ങി. എന്നാൽ ഇത്തവണ അത് 2 ചുരുങ്ങി എന്നത് ആന്തൂരിൽ ജനാധിപത്യം തിരിച്ചു വരുന്നതിന്റെ സൂചനയാണ്. കഴിഞ്ഞ തവണ കേരളത്തിൽ മൊത്തം 15 സീറ്റിൽ ഏകപക്ഷീയമായി CPM ജയിച്ചെങ്കിൽ ഇത്തവണ വെറും 4 ഇനിയൊരു എതിരില്ലാത്ത വിജയം ഉണ്ടാകില്ല. ഇത് തന്നെയാണ് ഈ CPM-ന് നാട്ടിലെ ജനങ്ങൾ കൊടുക്കേണ്ട മറുപടി എന്ന് പറഞ്ഞാൽ. ആന്തൂരിലെ കഥ മറ്റൊന്നറിയാമല്ലോ. ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി, അയാൾ വിദേശത്ത് നിന്ന് അധ്വാനിച്ച കാശും കൊണ്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ഒരു വ്യവസായം തുടങ്ങാൻ വന്നപ്പോൾ CPM-ന്റെ തലപ്പത്തിരിക്കുന്നയാളുടെ ഭാര്യയാണ് അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. എന്നിട്ട് ഇവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അയാളുടെ ആത്മഹത്യ പകരം ഈ CPM സൈബർ പോരാളികൾ എന്താണ് പറഞ്ഞു പരത്താൻ ശ്രമിച്ചത്? സാജന്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ടായിരുന്നു എന്നും അത് കണ്ടുപിടിച്ചതിന്റെ മനോവേദനയിലാണ് അയാള് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. അതായത് മനുഷ്യർക്കെതിരെ എന്നും, അതായത് ജയിക്കാൻ വേണ്ടി എന്തും പറയുന്ന തരംതാണ രീതിയാണ് ഈ CPM-ന്റേതും ഉള്ളത്. അത് മാത്രമല്ല, TP ചന്ദ്രശേഖർ അതാണ് ഞാൻ പറയാൻ വന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെ പിന്നെ ഇവർ പലയിടത്തും വ്യാജ പ്രചരണം നടത്തി. എന്താണെന്ന് അറിയുമോ? അദ്ദേഹം ഒളിച്ച് വേറെന്തോ പരിപാടിക്ക് പോയപ്പോ അങ്ങനെ സംഭവിച്ചതാണെന്ന് കഥയിറക്കാൻ ഇവർ തയ്യാറായി. പിന്നെ നവീൻ ബാബുവിന്റെ മരണം, അതിന് CPM-കാരിയായ PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് അധികാരിക്ക് അവരിപ്പോഴും ഫേസ്ബുക്കിൽ വലിയ 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 പോസ്റ്റുകൾ ഇട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. ഷൈൻ ചെയ്തോളൂ. പക്ഷേ അവരുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ജീവൻ നഷ്ടമായ കഥ അവർ മറക്കാൻ പാടില്ല. എന്നിട്ട് അവർ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ പോയവരല്ല, പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം വീരയോദ്ധാവിനെ സ്വാതന്ത്ര്യ സമര കാലത്ത് ജയിലിൽ പോയിട്ട് തിരിച്ചു വന്ന ആളെ പോലെ സ്വീകരിക്കാൻ പോയിരുന്നു. ഇപ്പോഴും അവർ ഞെളിഞ്ഞു നിന്ന് തന്നെ സമൂഹത്തിനോട് കൊഞ്ഞനം കുത്തുകയാണ്.
ആ നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കെതിരെ മാത്രമാണെന്ന് തോന്നുന്നു അപവാദ കഥകൾ. പക്ഷെ നവീൻ ബാബുവിനെ കുറിച്ച് പല കഥകളും പറയാൻ ഇവർ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ക്ലിക്കായില്ല. കാരണം പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പൊ ആൾക്കാരെല്ലാം പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പുതിയൊരു കഥ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പോ ഇനിയെങ്കിലും ഈ CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പഴയ കാലമല്ല ഇത്. ഇനിയും നിങ്ങളുടെ ഇതുപോലത്തെ ഊച്ചാളിത്തരങ്ങളും പരിപാടികളും കൊണ്ട് നടക്കാൻ അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം, ഇതൊന്നും വേണ്ട. നമ്മൾ തിരുവനന്തപുരത്ത് എടുത്ത് നോക്കൂ, വൈഷ്ണ എന്ന പെൺകുട്ടിയെ, 23 വയസ്സുള്ള പെൺകുട്ടിയെ സൈബർ അറ്റാക്ക് ചെയ്തില്ലേ ഇവര്? അവരുടെ മേയർ ആയിട്ടുള്ള അതും ഒരു പെൺകുട്ടിയാണ്, ആര്യ രാജേന്ദ്രനാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടാൻ മുൻകൈ എടുത്ത് പരാതിയായിട്ട് പോകുന്നത്. അപ്പൊ ഇവരെന്ത് രാഷ്ട്രീയമാണ് പറയുന്നത്? ഞാൻ നേരത്തെ ചോദിച്ചിട്ട് പറഞ്ഞേ, ഈ പ്രത്യേകിച്ച് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന എപ്പോഴും സ്ത്രീകളെ ആയിരിക്കും. സൈബർ സഖാക്കള് KK രമയെ ടാർഗറ്റ് ചെയ്തില്ലേ, രമ്യ ഹരിദാസിനെ ടാർഗറ്റ് ചെയ്തില്ലേ, ഉമാ തോമസിനെ ടാർഗറ്റ് ചെയ്തില്ലേ, ഇപ്പൊ വൈഷ്ണയെ ചെയ്തില്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന KK രമ ആയിക്കോട്ടെ, ഉമാ തോമസ് ആയിക്കോട്ടെ, രമ്യ ഹരിദാസ് ആയിക്കോട്ടെ, ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെട്ടപ്പോഴെല്ലാം ഇവർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, വൈഷ്ണയ്ക്കും എന്താണ് ഭൂരിപക്ഷത്തോടെ വിജയം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, അതിനാണ് ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവര് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്ത്രീകളെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാവോ, സൈബർ അറ്റാക്ക് നടത്താവോ, അത് ഇവര് ചെയ്യുന്നുണ്ട്. അത് നിർത്തേണ്ട സമയം. ഇവർ എന്തൊക്കെ പറഞ്ഞാലും പൊതുജനം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വെറും കഴുതയായിരുന്നു. ഇപ്പൊ അത്രയ്ക്ക് കഴുതയല്ല. കാരണം അവർക്ക് തിരിച്ചറിവ് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ വെറും മണ്ടന്മാരാക്കി ദേശാഭിമാന പത്രം മാത്രം അടിച്ചേൽപ്പിച്ച് അതിലൂടെയുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ജീവിക്കുന്നവരല്ല ഇപ്പോഴത്തെ ആൾക്കാർ. കുറെ ആൾക്കാരുണ്ടായിരിക്കാം, അവരെ ഇവർക്ക് പറ്റിക്കാൻ പറ്റും, അവരിത് തന്നെ പറഞ്ഞ് വരത്താനും നിൽക്കും. പക്ഷെ അതല്ല, അതിലപ്പുറത്തേക്ക് ചിന്തിക്കാനും വായിക്കാനും കാര്യങ്ങൾ അറിയാനും കേപ്പബിൾ ആയിട്ടുള്ള ജനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് ബംഗാൾ മോഡൽ കമ്മ്യൂണിസമാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് സജീവമായിട്ടുണ്ട്. അതായത് അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ ആ ബംഗാൾ മോഡൽ കമ്മ്യൂണിസം ഇവിടെ അങ്ങ് ആഘോഷിക്കപ്പെടുകയാണ്. ബംഗാളിൽ എന്താണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചത് എന്നുള്ളത് ഇവിടെയുള്ള സഖാക്കന്മാർ മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കണ്ണു ചിമ്മി തുറക്കും മുമ്പേ തന്നെ ഇതെല്ലാം മാറി മറിയുമെന്ന കാര്യം, അതായത് രണ്ടാം LDF സർക്കാർ വന്നപ്പോ ഇവരുടെ ഒരു ഹുങ്കങ്ങ് കൂടുകയാണ്, ആത്മവിശ്വാസം ഉയർന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസ് അവിടെ ദുർബലമായതുകൊണ്ട് മാത്രമാണ്. കാരണം ഇവരിലുള്ള എന്തൊക്കെയാണ് ആൾക്കാരിൽ എത്തിക്കേണ്ടത് എന്നുള്ളത് എത്തിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയത് കൊണ്ട് മാത്രമാണ് രണ്ടാം പിണറായി സർക്കാർ വരെ വന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ശരിക്കും പറഞ്ഞ ബോധവും വിവരവും ഉള്ള CPMകാർ പോലും ഇത് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് ബോധം വെക്കാത്ത ഈ തലച്ചോറ് പാർട്ടിക്ക് അടിയറവ് വെച്ചിട്ടുള്ള കുറെ പ്രവർത്തകർക്ക് മാത്രമാണ് ഇതൊന്നും മനസ്സിലാകാത്തതും അംഗീകരിക്കാൻ കഴിയാത്തതും. അപ്പോ ഇതേ രീതി തന്നെയാണ് ഇനിയും തുടരുന്നത് എങ്കിൽ ബംഗാളിലെ പോലെ തന്നെ CPMും കനലൊരു തരി പോലും ഉണ്ടായില്ല.